ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. ഈ വരുന്ന മാർച്ച് 5-ാം തീയതി SLC എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു വീഡിയോ SLC എക്സാം എഴുതുന്ന എല്ലാ മക്കളും ആദ്യം മുതൽ അവസാനം വരെ നിർബന്ധമായിട്ടും കണ്ടിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ എന്നാണ് എനിക്ക് ആദ്യമേ മക്കളോട് സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മക്കൾ എങ്ങനെയായിരിക്കണം ഒരു എക്സാം ഹാളിലെ ടൈമിനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മളോട് എക്സാം വരെയുള്ള ടൈമും അതുപോലെ തന്നെ പരീക്ഷയുടെ മുമ്പ് പഠിക്കേണ്ട കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാവരും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. പക്ഷെ ഇത്രയും കാലമായിട്ട് പഠിച്ച ഒരു വർഷമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും അടിപൊളിയായിട്ട് ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് ആക്ച്വലി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് ആ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ സമയം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. പരീക്ഷ നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അവിടെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. പേരിന് അത് കൂൾ ഓഫ് ടൈം ആണെന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മൾക്കത് വരാറുള്ളത് അതൊരു ഹോട്ട് ഓഫ് ടൈം ആയിട്ടാണ് വരാറുള്ളത്. ഒന്നാമത്തെ ചോദ്യം വായിക്കുന്നു, മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ ചോദ്യം കണ്ടു പരിചയമേ ഇല്ല. ഇതെല്ലാം വായിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രഷർ അങ്ങനെ കൂടിയിട്ട് നമുക്ക് ശരിക്കും അതൊരു ഹോട്ട് ഓഫ് ടൈം ആയിട്ടാണ് മാറാറുള്ളത്. നമ്മൾ പിന്നീട് അങ്ങോട്ട് ഫുള്ള് കൺഫ്യൂസ്ഡാണ്. പിന്നീട് വായിക്കുന്ന ഓരോ ചോദ്യങ്ങളും വായിക്കുന്ന സമയത്ത് ആദ്യം വായിച്ച ചോദ്യങ്ങളിൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും നമുക്ക് ഉണ്ടാവാറുള്ളത്. സോ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റിലെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് കൂൾ ഓഫ് ടൈമിനെ കൂളാവാൻ വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് സാറേ എങ്ങനെയാണ് കൂളാവാൻ വേണ്ടി യൂസ് ചെയ്യാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യം നമുക്ക് അറിയില്ല, കണ്ടു പരിചയമേ ഇല്ല. പിന്നെ ആ ചോദ്യത്തെക്കുറിച്ച് നിങ്ങൾ മെയിൻ ചെയ്യണ്ട. രണ്ടാമത്തെ ചോദ്യം വായിച്ചു, പരിചയമില്ല, മെയിൻറ്റ് ചെയ്യണ്ട. മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ വായിച്ചു. അപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല, നമ്മൾ അത് മാത്രമായിരിക്കും പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരിക്കാം. ആ ചോദ്യം അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര സന്തോഷം വരാറുണ്ട്. മൂന്നാമത്തെ ചോദ്യം അങ്ങനത്തെ ഒരു ചോദ്യമാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ചോദ്യമാണ്. ജസ്റ്റ് പെൻസിൽ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ നമ്പറിനൊരു സർക്കിൾ ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ ഓരോ ചോദ്യങ്ങളും വായിച്ചു വെക്കുക. നമ്മൾ ഏകദേശം 27ഓളം ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. എല്ലാ ചോദ്യങ്ങളും മക്കൾ കൃത്യമായിട്ട് വായിക്കുന്നു. അതിൽ കുറേ ചോദ്യങ്ങൾ അറിയുന്നതുണ്ടായിരിക്കാം, കുറേ ചോദ്യങ്ങൾ അറിയാത്തതുണ്ടായിരിക്കാം. മക്കൾ അതിൽ അറിയുന്ന ചോദ്യങ്ങൾക്ക് എല്ലാത്തിനും ഒരു സർക്കിൾ ഇട്ടിട്ട് പോകുന്നു. അങ്ങനെ ഒരു ഏകദേശം 6 മുതൽ 8 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വായന കഴിയും. പിന്നീട് നമ്മൾ പല ആളുകളും ചെയ്യുന്ന പരിപാടി എന്താ അറിയോ? സാർ ആ ക്ലാസ് റൂമിൽ നിന്ന് പോയോ നോക്കുക. കാരണം സാർ അവിടുന്ന് പോയിട്ട് വേണം അറിയാത്ത ചോദ്യങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് ഇതൊക്കെ ഏതാ ചാപ്റ്റർ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ പരിപാടിക്ക് നിൽക്കല്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്ത് 8 മിനിറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ നേരെ നന്നായിട്ട് അറിയാവുന്ന സർക്കിൾ ചെയ്ത ചോദ്യങ്ങളുണ്ടല്ലോ, അത് വീണ്ടും ഒന്നുകൂടെ വായിക്കുന്നു. എന്നിട്ട് വായിച്ചിട്ട് നമ്മൾ മനസ്സിൽ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. അതിന് ഏത് ഹെഡിങ് ആയിരിക്കും ഞാൻ എഴുതുന്നത്, ഏതൊക്കെ പോയിന്റ്സുകൾ എഴുതണം, എത്ര പോയിന്റ്സുകൾ എഴുതണം, അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആ സർക്കിളിട്ട് ക്വസ്റ്റ്യൻസുകൾ മാത്രമല്ലല്ലോ, നന്നായിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾ, അവയുടെ മൊത്തം ഉത്തരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് വെക്കുക. 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ആൻസർ പേപ്പർ അഥവാ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതാനുള്ള പേപ്പർ ടീച്ചേഴ്സ് തരും. നമ്മൾ ആദ്യം തന്നെ ഒരു ടീച്ചറും നമ്മളോട് പറഞ്ഞിട്ടില്ല 1, 2, 3 എന്ന് പറയുന്ന ഓർഡറിൽ എഴുതണം എന്നുള്ളത്. നമ്മൾ ആ സർക്കിൾ ഇട്ട് വെച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അവയുടെ ഉത്തരങ്ങൾ അടിപൊളിയായിട്ട് എഴുതുന്നു. ആ സമയത്ത് നമ്മൾ ഏതിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യരുത്? അറിയാത്ത ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ അപ്പോഴും കൺസേൺ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അറിയുന്ന ചോദ്യങ്ങളെ കുറിച്ചിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നു, ഭംഗിയിൽ എഴുതുന്നു. എന്തായാലും ഒരു വർഷത്തോളമായിട്ട് മക്കൾ കൃത്യമായിട്ട് പഠിക്കുന്ന മക്കളല്ലേടാ, നമ്മുടെ ലൈവുകൾ കാണുന്ന മക്കളല്ലേ, സ്കൂളിൽ നിന്ന് അടിപൊളിയായിട്ട് പഠിച്ച മക്കളല്ലേ. അതുകൊണ്ട് എന്തായാലും 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ എഴുതാനുള്ള ഒരു കണ്ടന്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കുമല്ലോ. അഫ്കോഴ്സ് ഷുവറാണ്. നിങ്ങളൊരു 1.5 മണിക്കൂർ എഴുതി ഏകദേശം 4 മുതൽ 5 പേജ് വരെ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നീട് അറിയാത്ത ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകാനുള്ളത്. പക്ഷേ ഈ ഒരു 1.5 മണിക്കൂർ നമ്മൾ അടിപൊളിയായിട്ട് എഴുതിയാൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ഫീലുണ്ട്, പരീക്ഷ കുഴപ്പമില്ലല്ലേ, അടിപൊളിയല്ലേ. കാരണം ഞാൻ തന്നെ സ്വന്തമായിട്ട് എഴുതിയാണ് ഈ ഉത്തരങ്ങളെല്ലാം തന്നെ അടിപൊളിയായിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസുകളൊക്കെ സെക്രിയേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ അറിയാത്ത ചോദ്യങ്ങളിലേക്ക് പോയി നോക്കിക്കോ, അതിനെ സെറ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അറിയാത്ത ചോദ്യങ്ങളുടെ പലതിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾ എഴുതുന്നതിനിടയിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ പല ആളുകളും ചെയ്യുന്ന പരിപാടി എന്താ അറിയോ, നമ്മൾ നന്നായിട്ട് അറിയാവുന്ന ചോദ്യം എഴുതുകയാണെങ്കിലും ആ സമയത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് ഒട്ടും അറിയാത്ത ചോദ്യത്തിലേക്കായിരിക്കും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാ, ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിട്ട് അറിയാവുന്ന ചോദ്യങ്ങളുടെ പോയിന്റുകൾ പോലും മറന്നു പോകുന്ന, മിസ്സായി പോകുന്ന വലിയൊരു വിഭാഗം മക്കൾ ഉണ്ടാവരുത്. അതിലേക്ക് മക്കൾ എത്തരുത്. സെക്കൻഡ് തിങ്, നമുക്ക് ഏറ്റവും അവസാനത്തെ 5 മിനിറ്റ് സമയമാണ്. ആ സമയത്ത് ഞാൻ ശരിക്കും വിളിക്കാറുള്ളത് ഗോൾഡൻ ടൈം എന്നാണ് വിളിക്കാറുള്ളത്. അതിന് കാരണം എന്താ വെച്ചാൽ പല മക്കളും ചെയ്യുന്ന പരിപാടി അതുവരെ ഒന്നും അറിയാതെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒക്കെ നിന്ന മക്കളായിരിക്കും. പക്ഷെ ഏറ്റവും അവസാനത്തെ 5 മിനിറ്റിൽ ഭയങ്കര എഴുതുന്ന മക്കളെ കാണാൻ പറ്റും. അത് വേണ്ട.
അവസാനത്തെ 5 മിനിറ്റിൽ ടീച്ചേഴ്സ് പേപ്പർ കെട്ടാൻ പറഞ്ഞാൽ വേഗം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ കറക്റ്റായിട്ട് അഡീഷണൽ ഷീറ്റൊക്കെ ഓർഡർ ആക്കി വെച്ച്, ഇപ്പോൾ മാപ്പൊക്കെ ഉണ്ടാകും, മാപ്പൊക്കെ ഉണ്ടെങ്കിൽ മെയിൻ ഷീറ്റിൻ്റെ ഉള്ളിലായിട്ട് മാപ്പ് വെച്ച് ബാക്കിയുള്ള അഡീഷണൽ ഷീറ്റുകളൊക്കെ കറക്റ്റായിട്ട് ഓർഡർ ആക്കിയിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കെട്ടുന്നു. ആ കെട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇനിയും എഴുതാനുണ്ട് ഉണ്ടെങ്കിൽ അഡീഷണൽ ഷീറ്റ് എക്സ്ട്രാ എന്ത് ചെയ്യാം, നമ്മുടെ ടീച്ചേഴ്സിനോട് വാങ്ങിക്കുകയൊക്കെ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾ അടിപൊളിയായിട്ട് കെട്ടിയ ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്പർ ഇട്ടിക്കണമെന്ന് ഒന്ന് കൺഫേം ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടിക്ക് ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ടിക്ക് ഉണ്ട്, ഫുള്ള് മറിച്ചിട്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ, അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര ടിക്കുകൾ ഉണ്ടെന്ന് എണ്ണുന്നു, ഏകദേശം ഒരു 17 ടിക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആൻസർ പേപ്പർ വരുന്നു, ആൻസർ പേപ്പറിൽ 1 2 3 4 5 എന്ന് പറയാണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് നേരെ കൗണ്ട് ചെയ്യുന്നു. അതിലും 17 ഉണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊണ്ടെന്നാണ് അർത്ഥം. അഥവാ ക്വസ്റ്റ്യൻ പേപ്പറിൽ 17 ടിക്ക് ഉണ്ട്, ആൻസർ പേപ്പറിൽ 16 ഉള്ളൂ എങ്കിൽ മക്കൾ മനസ്സിലാക്കുക, ഏതോ ഒന്നിന് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല. ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ട സ്ഥലം ഏതാണ് മക്കളെ, നന്നായിട്ട് അറിയാവുന്ന essay ക്വസ്റ്റ്യനാണ്. കാരണം നന്നായിട്ട് അറിയാവുന്ന essay ക്വസ്റ്റ്യൻ നമ്മൾ അടിപൊളിയായിട്ട് എഴുതി തുടങ്ങുന്ന സമയത്ത് ഹെഡിങ് അങ്ങോട്ട് എഴുതി നമ്മൾ നേരെ എന്ത് ചെയ്യും, ടോപ്പിക് അങ്ങോട്ട് എഴുതാൻ തുടങ്ങും, കണ്ടന്റ് അങ്ങോട്ട് എഴുതാൻ തുടങ്ങും. അതിനിടയിൽ എഴുതിയിട്ടുണ്ടാവില്ല, ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അത് മിസ്സാവുന്ന സ്ഥലം എവിടെയാ അറിയോ, മാച്ച് ദ ഫോളോയിങ്ങിലാണ്. മൂന്നാമത്തെ സ്ഥലം മാപ്പിലാണ്. സോ അതുകൊണ്ട് ഈ 3 സ്ഥലങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ നമ്പേഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കും മക്കളെ. അവിടെ നിങ്ങൾ ഈ സമയം മിസ്സാക്കിയുള്ള പ്രശ്നം എന്താ അറിയോ, നിങ്ങൾ ഏറ്റവും അവസാനം എഴുതുന്ന കണ്ടന്റ് എന്തായിരിക്കും, ഒന്നും അറിയുന്നുണ്ടാവില്ല. ആ ഒരു ക്വസ്റ്റ്യനിൽ ഒരു വേർഡ് മാത്രം പരിചയം ഉണ്ടായിരിക്കും. അതൊന്നും അങ്ങോട്ട് വെറുതെ വലിച്ചു വാരി ഗ്യാസ് അടിക്കുന്ന പരിപാടിയായിരിക്കും അവിടെ ഉണ്ടാവുക. അത് വേണ്ട. പകരം നിങ്ങൾ അങ്ങനെ ആ കളയുന്ന ആ ഒരു മിനിറ്റ് സമയത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന essayയുടെ മുഴുവൻ മാർക്ക് പോകുന്നുള്ളതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കൂൾ ഓഫ് ടൈമും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ടൈമും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ എക്സാം കഴിഞ്ഞു, തിരിച്ചിറങ്ങി. അവിടെയും എനിക്ക് മക്കളോട് പറയാനുള്ളത്, SSLC എക്സാം കഴിഞ്ഞ ശേഷം നമ്മുടെ എത്ര വലിയ ബെസ്റ്റ് ഫ്രണ്ട് വന്നാണ് ചോദിക്കുകയാണ്, എടാ ഇതിൻ്റെ ഉത്തരം ഏതായിരുന്നു, പരീക്ഷയൊക്കെ കഴിയട്ടെ, 30-ാം തീയതി കഴിയട്ടെ, എന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ അതിൻ്റെ ഉത്തരം നമ്മളൊന്ന് വായിച്ചു നോക്കി, അവനൊന്ന് പറയും, നമ്മൾ വേറൊന്ന് പറയും, നമ്മളുടെ വിചാരം നമ്മളുടെ തെറ്റിയതായിരിക്കും. എന്നിട്ട് ആ കൺഫ്യൂഷൻ മൊത്തം അടിച്ചിട്ട് ഇൻ്റെ A+ പോയി എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പഠിക്കുന്നതിൻ്റെ കോൺഫിഡൻസ് മുഴുവൻ ഇല്ലാതാവും. സോ അതുകൊണ്ട് ചത്ത കുട്ടിയുടെ ജാതകം വായിക്കേണ്ടെന്ന തമാശക്കാണെങ്കിലും പറയാറുള്ളത്. അതുപോലെ ഒരിക്കലും എക്സാം കഴിഞ്ഞ ശേഷം ആ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട. നിങ്ങൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, അടുത്ത എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് മക്കളെ എഴുതാൻ പറ്റും, ഒരു പേടിയും പേടിക്കേണ്ട. പല ആളുകളുടെയും മനസ്സിലുള്ള ഇപ്പോഴത്തെ കൺഫ്യൂഷൻസുകൾ എന്തൊക്കെയാണോ, പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഇതിലൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട. കാരണം കേരളത്തിലെ 4 ലക്ഷം കുട്ടികളും ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് അറ്റൻഡ് ചെയ്യുന്നത്. കേരളത്തിലെ 4 ലക്ഷം കുട്ടികളും ഇതേ ടെക്സ്റ്റ് ബുക്കിലാണ് അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങളോ മാത്രമല്ല. സോ അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടാതെ പോവുകയുള്ളൂ. നന്നായിട്ട് മക്കളെ പഠിക്കടാ, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേ. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.